ഹലോ, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ മുടിക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു പാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൊടിയിലും പറമ്പിലും പാടത്തൊക്കെ ഉള്ള കിയാർനെല്ലി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. കിയാർനെല്ലി നല്ല ബെനിഫിറ്റുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാണ്ടായിരിക്കും. നല്ലൊരു ഔഷധ ചെടിയാണ്. മഞ്ഞപ്പിത്തത്തിന് ഇത് പാലിൽ കലക്കി കുടിക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കണം സ്ത്രീകൾക്കും ഇത് പാലിൽ കലക്കിയിട്ടൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അരച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പിഴിഞ്ഞ് ചാറെടുത്തിട്ട് പാലിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഇത് വേരോടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ചെടികളാണ്, നീളമുള്ള ചെടികളാണ്. അപ്പോൾ അതിൻ്റെ ഇലയും വേരും തണ്ടും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ലോണം തന്നെ ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാനും എല്ലാത്തിനും ഇത് നല്ലോണം സഹായിക്കും. എവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇനിയിപ്പം ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വെച്ചാൽ നമ്മളൊരു കവറിൽ കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പിടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് മിക്സിയുടെ ജാറിലേക്കുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളി ഒരു പേക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിയാർനെല്ലിയൊക്കെ കിട്ടുന്നുള്ളവരൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കണം. നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യണ ഒന്നാണ് ഈ കിയാർനെല്ലി. പിന്നെ ഇതിൽ കുറച്ചും കൂടി സംഭവങ്ങൾ ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ തലേ ദിവസം ഒരു ടീസ്പൂണ് ഉലുവയും ഒരു ടീസ്പൂണ് കരിഞ്ചീരകവും കഞ്ഞി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ തലേ ദിവസം വെള്ളം വെക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും ഒരു ടീസ്പൂണ് കരിഞ്ചീരകവും ഇട്ടിട്ട് ഒരു 5-6 മണിക്കൂർ ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് നല്ലതാണ്, ഉലുവ നല്ലതാണ്, അതുപോലെ തന്നെ കരിഞ്ചീരകം ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 1/2 കപ്പോളം കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് കരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേറെ ഒന്നും ചേർക്കണില്ല. ഇത് ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 പനിക്കൂർക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. കഫക്കെട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നീരിറക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനൊരു ലേശം തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ചുവന്ന തുളസിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ തലക്കൊക്കെ നല്ലതാണ്. നീരിറക്കൊന്നും ഇല്ലാതിരിക്കാൻ തുളസിയിലയും അതുപോലെ തന്നെ തലവേദനയൊക്കെ ക്ഷമിക്കാനും തുളസിയില നല്ലതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ചേർത്തിട്ടുള്ള ഉലുവയും കരിഞ്ചീരകവും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വീണ്ടും ബാക്കിയുള്ളത് കൂടിയും ചേർത്തിട്ട് ആണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് വേറെ ഒന്നും ചേർക്കരുത്. നല്ലോണം തന്നെ പേസ്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ തലയിലൊക്കെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുകിക്കളയുന്ന സമയത്ത് പെട്ടെന്ന് പോയി കിട്ടുള്ളൂ. മാത്രമല്ല ഉലുവയൊക്കെ നന്നായിട്ട് അരച്ച് കഴിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഇത് നമുക്ക് എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഒരാഴ്ച വരെ നന്നായിട്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇതാ നല്ലോണം അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ ആവണക്കെണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ആവണക്കെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ നമ്മുടെ തലയിൽ, ഏത് ഓയിലാണോ നമ്മൾ നമ്മുടെ തലയിൽ സാധാരണ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. എനിക്ക് ആവണക്കെണ്ണ ചേർക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആവണക്കെണ്ണ ചേർക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തലയിൽ നരച്ച മുടി പെട്ടെന്ന് ഇത് തേക്കുമ്പോഴത്തേനും കട്ട കറുപ്പായി വരികയല്ല കേട്ടോ ചെയ്യാൻ. നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ആക്കുന്ന സമയത്ത് ഇനി വരാനിരിക്കുന്ന മുടികളൊക്കെ ഒന്ന് നിരക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അകാല നിര ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതിരിക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. മുടിയുടെ അറ്റം പൊട്ടിപ്പോവണത്, അതുപോലെ തന്നെ മുടി ഇങ്ങനെ കട്ടയായിട്ടൊക്കെ കൊഴിഞ്ഞു പോവില്ല, അത് തടയാനും എല്ലാത്തിനും നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ സാധാരണ കുളിക്കും പോലെ കുളിക്കുക. ഒരുപാട് ഷാമ്പു തേക്കാതെ നമ്മളൊന്ന് കുളിച്ചു കൊടുത്താൽ മതി. സാധാ വെള്ളത്തിലൊന്ന് കുളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും, ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മുടി നല്ല കറുപ്പായി വരും കേട്ടോ. അപ്പോൾ ഇതുവരെയൊന്നും ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. മുടി വളരാൻ അടിപൊളിയാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റം മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്. താങ്ക് യു.